സേവനം ഔദാര്യമല്ല, അവകാശമാണെന്ന് തെല്ലാർജവത്തോടു കൂടി പോലും പറയാതെയാണ് തിരൂർ പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷൻ ഓഫീസർ ജിനേഷ് പൂന്തോട്ട പരിപാലനത്തിനായി തൂമ്പയുമായി ഇറങ്ങിയത്. എന്നാൽ ട്രേഡ് യൂണിയൻ നേതാവായ ജാഫറിന് ആ കൗതുകത്തെ തന്റെ മൊബൈൽ ക്യാമറയിൽ പകർത്താതിരിക്കാനായില്ല. തിരൂർ പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷൻ ഓഫീസർ ജിനേഷ് ജെ ആണ് ഇന്നലെ നേരം പുലർന്നു തുടങ്ങുന്ന സമയത്ത് സ്റ്റേഷൻ പരിസരത്തുള്ള പൂന്തോട്ടം വൃത്തിയാക്കാനായി കൈക്കൂട്ടുമായി ഇറങ്ങിയത്. സ്റ്റേഷനിൽ അവിചാരിതമായി എത്തിയ ട്രേഡ് യൂണിയൻ നേതാവായ ജാഫർ ഇത് വീഡിയോയായി പകർത്തുകയും ചെയ്തു. എന്നാൽ മറ്റൊരാൾ ഇത് കാണുന്നതും വീഡിയോ എടുക്കുന്നതും സിഐ അറിഞ്ഞിട്ടുമില്ല, ശ്രദ്ധിക്കുന്നുമില്ല. അദ്ദേഹം തന്റെ ജോലി ചെയ്തുകൊണ്ടേയിരുന്നു. വർഷങ്ങൾക്ക് മുന്നേ തിരൂർ സിഐ ആയിരുന്ന മുഹമ്മദ് റാഫിയാണ് ഇത്തരത്തിലൊരു ഗാർഡൻ സ്റ്റേഷൻ വളപ്പിൽ ഉണ്ടാക്കിയത്. പിന്നീട് അത് ശരിയായ രൂപത്തിൽ പരിപാലിക്കാത്ത കാരണം നശിച്ചുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സ്റ്റേഷനിൽ വരുന്നവർക്ക് വിശ്രമിക്കാനൊരിടമായിരുന്നു ഈ സ്ഥലം. എന്നാൽ അത് നശിക്കുവാൻ പാടില്ല എന്നും പരിപാലിക്കേണ്ടതാണെന്നും മനസ്സിലാക്കിയാണ് തന്റെ ഡ്യൂട്ടി സമയം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ നേരം പുലരുന്നതോടുകൂടി കൈക്കോട്ടുമെടുത്ത് സ്റ്റേഷൻ വളപ്പിലേക്ക് ഇറങ്ങിയത്. ആദ്യം കണ്ടപ്പോൾ ഗാർഡൻ വൃത്തിയാക്കാൻ ഏൽപ്പിച്ച ഏതോ ജോലിക്കാരനാണെന്ന് തോന്നി എന്നാണ് വീഡിയോ എടുത്ത ജാഫർ പറയുന്നത്. പിന്നീടാണ് മനസ്സിലായത് ഇത് തിരൂർ സ്റ്റേഷൻ ഓഫീസറായിട്ടുള്ള സിഐ ജിനേഷ് ആണെന്ന്. ഉടൻ ജാഫർ ഈ രംഗം തന്റെ മൊബൈലിൽ വീഡിയോയായി പകർത്തുകയായിരുന്നു. കാക്കി യൂണിഫോമിലെ പോലീസുകാരനെ കാണുമ്പോൾ പലർക്കും പല ചിന്തയാണ്. ഒട്ടുമിക്ക ആളുകളും ഭീതിയോടെ മാത്രം കാണുന്ന പോലീസിലെ ചില നല്ല മനുഷ്യർ ഈ പ്രകൃതിയോടും മനുഷ്യരോടും കാണിക്കുന്ന കാരുണ്യവും വാത്സല്യവും പലപ്പോഴും നാം അറിയാതെ പോകുന്നു. ജിനേഷ് വളാഞ്ചേരി സിഐ ആയിരുന്ന സമയത്ത് തെരുവിലലയുന്ന ഒരാളെ കണ്ടെത്തുകയും ജട പിടിച്ചു വളർന്ന മുടിവെട്ടി കുളിപ്പിച്ച് പുതുവസ്ത്രം ഉടുപ്പിച്ചതും വയറു നിറയെ ഭക്ഷണം വാങ്ങിക്കൊടുത്തതും വലിയ വാർത്തയായിരുന്നു. ഈ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇന്ന് തിരൂരിൽ ഇത്തരമൊരു പ്രവൃത്തി ചെയ്ത് മനുഷ്യനോടും പ്രകൃതിയോടും കാണിക്കേണ്ടുന്ന ഉദാത്ത മാതൃകയായി മാറുന്നത്. ഞങ്ങളും മനുഷ്യരാണ്, ഞങ്ങളും ഈ സമൂഹത്തിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഇതുപോലുള്ള നല്ല ഉദ്യോഗസ്ഥർ ഇനിയും ഉണ്ടാകാം എന്ന പ്രത്യാശയോടെയാണ് ന്യൂസ് 99 ഈ വാർത്ത നിങ്ങളിൽ എത്തിക്കുന്നത്. ന്യൂസ് 99 തിരൂർ. പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ തിരൂരിലും. ഡൽഹി, കൊൽക്കത്ത, ബോംബെ, സൂറത്ത്, അഹമ്മദാബാദ്, ഈറോഡ്, തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു. ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇതാദ്യം. 3/4 ഷോർട്സ്, ലേഡീസ് പല്ലാസോ, ലെഗിൻസ് 79 രൂപയ്ക്ക്, മെൻസ് ടീഷർട്ട് 99 രൂപയ്ക്ക്, ലേഡീസ് കുർത്തി, ടോപ്പ്, ലെഗിൻസ്, ജഗ്ഗിൻസ്, സ്കേർട്ട് 99 രൂപയ്ക്ക്, ലേഡീസ് ടീഷർട്ട് 99 രൂപയ്ക്ക്, ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് 49 രൂപയ്ക്ക്, ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റ് 99 രൂപയ്ക്ക്, കിഡ്സ് ഷോർട്ട് 19 രൂപയ്ക്ക്, മെൻസ് കാഷ്വൽ ഷർട്ട് 149 രൂപയ്ക്ക്, മാറ്റ് 19 രൂപയ്ക്ക്. ഈ വിറ്റഴിക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം. ആദ്യമെത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു. വസ്ത്രമഹാത്ഭുതം, മുനിസിപ്പൽ സ്റ്റേഡിയം, താനൂർ റോഡ്, താഴെപ്പാലം, തിരൂർ.